ഹലോ, ടുഡേയ്സ് ടോക്ക്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക്, നിങ്ങൾ ആരെ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത് വിവാഹം കഴിക്കാനായിട്ടെന്നുള്ള ഒരു ടോപ്പിക്കാണ്. നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഫുൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സും നമുക്ക് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പഴയ ഒരു സ്റ്റോറിയാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇറ്റ് ഹാപ്പൻഡ് ഇൻ 1980s മുതൽ 2018 വരയ്ക്കും. അപ്പോഴേക്കും ആ ഒരു മാരേജിൻ്റെ അറ്റത്തെത്തി കാണുമല്ലോ. ജസ്റ്റ് ഇമാജിൻ വാട്ട് ഇസ് ദ സ്പാൻ. അത് എവിടെ നിന്ന് എവിടെ എത്തിയെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇന്ന് നമ്മൾ ആ കേസ് സ്റ്റഡിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഹൗ ടു ചൂസ് യുവർ പാർട്ട്ണർ എന്നല്ലേ, അല്ലെങ്കിൽ ഹൗ ടു ചൂസ് യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന്. ഇപ്പോൾ ഈ കഥ തുടങ്ങുമ്പോൾ ഒരു വലിയ ആർമി ഓഫീസറിൻ്റെ 2 പെൺകുട്ടികളാണ് കേട്ടോ. ഞാൻ ഈ എക്സാമ്പിൾസ് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിനെയൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് ടു മേക്ക് അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ലുക്ക് ലൈക്ക്. കാരണം എൻ്റെ പറച്ചിലൂടെയാണല്ലോ നിങ്ങൾ മനസ്സിലാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എക്സാമ്പിൾസ് എടുക്കുന്നത് കേട്ടോ. സോ ഈ 2 പെൺമക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദി മൂവി ആക്ടേഴ്സിൻ്റെ പോലെ ഇരിക്കും. ബിക്കോസ് അവർ ഹിന്ദിയുമാണ് അധികം പറയുന്നത്. ബിക്കോസ് ആർമി ഓഫീസറുടെ ഹൈ റാങ്കിലുള്ള ആർമി ഓഫീസറുടെ മക്കളാണ്. സോ അവർ പഠിച്ചത് മുതൽ, അതായത് 70s മുതലായിരിക്കുമല്ലോ അവർ പഠിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സ്കൂൾസിലും കോൺവെൻറ്റിലും. അങ്ങനെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹെപ്പ് ഓഫ് ദി ഇതുണ്ടല്ലോ, ഒരു ഹെം ഓഫ് ദി സൊസൈറ്റി എന്ന് പറയില്ലേ, അങ്ങനെ ആയിട്ടുള്ളൊരു ഹെപ്പ് സൊസൈറ്റിയിലാണ് അവർ ജനിച്ച് വളർന്നതെന്ന് തന്നെ പറയാം. ജനിച്ച് വളർന്നതെന്ന് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ആളുടെ ക്യാരക്ടർ രൂപീകരണത്തിൽ അവർ എങ്ങനെയുള്ള സ്ഥലത്താണ് അവർ ബ്രോട്ടപ്പ് ആയത്, അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ഇന്നലെയും പറഞ്ഞു, ആ സിനിമയുടെ പേര് ഞാൻ നോക്കുമ്പോൾ അത് കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ മൂവിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ ദുൽഖർ സൽമാൻ്റെ അച്ഛൻ ഇതല്ല, ഡോക്ടറല്ല, അത് വേറെ ഒരു മൂവിയിലായിരുന്നു. അത് വിഷ്ണു ഒക്കെ ഉള്ള ഒരു മൂവിയില്ലേ, അത് വേറെയായിരുന്നു. ഈ കമ്മട്ടിപ്പാടം സിനിമയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എങ്ങനെയാണ് നമ്മളുടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒരു പ്രോക്സിമിറ്റി കാരണം കുട്ടികൾ നന്നാവാതാകി പോകുന്നതിനുള്ളൊരു എക്സാമ്പിളിനാണ് ഈ മൂവീസിൻ്റെ കഥകൾ പറയുന്നത് കേട്ടോ. അതേപോലെ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന ആളുകൾ ജീവിച്ചിരുന്ന സാഹചര്യം പറയുന്നത് ഹൗ ദേ ഹാവ് ഇവോൾവ് ആസ് എ പേഴ്സൺ എന്നുള്ളത്. അവർക്ക് കുറേ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും വരും കേട്ടോ. അത് ഞാൻ വഴിയെ ഈ കഥയിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ അതിസുന്ദരിമാരായ 2 മക്കൾ, 28ഉം 26ഉം വയസ്സായ പെൺകുട്ടികളും. അവരും നല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. ഈ പറഞ്ഞ പോലെ സെൻറ്റ് സ്റ്റീഫൻസിലൊക്കെ പഠിച്ച ആൾക്കാരൊക്കെയാണ്, ബോംബെയിലും ഡൽഹിയിലുമൊക്കെ കേട്ടോ. ഡൽഹിയിൽ സെൻറ്റ് സ്റ്റീഫൻസിലും ബോംബെയിൽ JJ സ്കൂൾ ഓഫ് ആർട്ട് എന്നൊക്കെ പറയണതൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പഠിച്ച പാർട്ടീസാണ് ഇവരൊക്കെ. നൗ ദേ ആർ വെരി ഓൾഡ് കേട്ടോ. അവർ ഒരുപാട് വയസ്സായി. ഇപ്പോൾ അവർക്ക് അത്ര അതൊന്നും, ഇവരിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് പോലും അല്ലാത്ത അത്ര പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ. സോ അവർ വാട്ട് ദേ ഡിഡ് ഇസ് ദാറ്റ്, അവരുടെ ഇംഗ്ലീഷൊക്കെ ഉണ്ടല്ലോ, യു ഹാവ് ടു ജസ്റ്റ് സ്പീക്ക് ടു ദം. അപ്പം നമുക്ക് മനസ്സിലാകും എത്രയാണ് അവരുടെ ആ ഹൈ സ്റ്റാൻഡേർഡ് ബ്രോട്ടപ്പ് എന്നുള്ളത്. ആൻഡ് ദ മദർ, ഷീ വാസ് ലൈക്ക് പ്രിൻസിപ്പൾ ആയില്ല, എന്തോ അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പൾ വരെ, അതെ, പ്രൊഫസർ വരെ ആയിരുന്നു ഒരു കോളേജിൽ ഇംഗ്ലീഷിൽ. എന്നിട്ടാണ് പുള്ളിക്കാരത്ത് റിട്ടയർ ആകുന്നത്. സോ അതാണ്, ദാറ്റ് ഈസ് ദെയർ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരു അലയൻസ് വരിക എന്നൊക്കെ പറയുമ്പോൾ അവരും ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അലയൻസസ് ഒക്കെയാണ് നോക്കിയിരുന്നത്. ദേ ബിലോങ് ടു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഓഫ് കേരള. അപ്പോൾ അവിടെ നിന്ന് കണ്ണൂർ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. സോ ദാറ്റ് അവർ പിന്നെയും ചെറുതായിട്ടാണ് അവരുടെ എന്താ പറയുക ഗ്രൂംസിനെ തിരക്കിയത്. സോ നോട്ട് ദ പോയിന്റ്. ഓക്കെ, നമ്മൾ വലുതായിട്ട് തിരക്കേണ്ടി വരും. ചെറിയ ഏരിയയിൽ ചെറുതായിട്ട് തിരക്കിയാൽ നമ്മൾ അതുപോലെ ചുരുങ്ങിപ്പോകും. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛന് എങ്ങനെയാണ് ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, നല്ല ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നവർക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു ഹിന്ദുവിനേക്കാളും കൂടുതൽ പ്രചാരം നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിൽ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്നതിൽ 2-3 പേര് ഈ കുട്ടികളെ കാണാൻ വന്നപ്പോൾ 2 പേരും ഒന്നിച്ചൊക്കെയാണല്ലോ ഇരിക്കുകയൊക്കെ ചെയ്യണം. അവർ വളരെ, നിങ്ങൾ പഴയ കാലത്ത് ഹിന്ദി മൂവീസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഡ്രസ്സിങ് ഒക്കെ അങ്ങനത്തെയാണ് അവരുടെ.
ബെൽ ബോട്ടം പാൻറ്റും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ബ്ലൗസും അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അപ്പോൾ അന്നത്തെ കാലത്ത് 60s മൂവീസിലൊക്കെ എങ്ങനെയാണ്, ഷർമിള ടാഗോറിനെ ഓർത്താൽ മതി മൂത്ത ചേച്ചിക്ക് അതായിട്ട്. രണ്ടാമത്തതിന് ഷീ ലുക്സ് ലൈക്ക് ഹേമമാലിനി. അപ്പോൾ ഇതുവരെ രണ്ടുപേരുമാണ് ഏകദേശം ആ ടൈപ്പൊക്കെ തന്നെയാണ്, അതേ ഒരു ടൈപ്പ് ലേഡീസാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതുപോലത്തെ വരന്മാർ സീക്ക് ചെയ്യണമല്ലോ. ഈ അച്ഛൻ പരസ്യം കൊടുത്തപ്പോൾ വന്നതിൽ കുറച്ച് അവർക്ക് അധികം എയർഫോഴ്സിൽ എങ്ങനെയാണ്, ആംഡ് ഫോഴ്സസിൽ എങ്ങനെയാണ് ചെരുപ്പ് തുടച്ചു കൊടുക്കാൻ വരെ ആളുണ്ടാവും അല്ലേ. അത് എന്തിനാണ് ഗവൺമെൻറ് അങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ, പണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിന്ന് ഇങ്ങനെ ട്രാൻസ്ഫോം ആവുകയാണല്ലോ നമ്മളെ ഇന്ത്യ. അപ്പോൾ അന്ന് ഇന്ത്യ ശിശുവാണ്. 1964 ഇന്ത്യ ശിശുവല്ലേ. അപ്പോൾ അന്നത്തെ ഓഫീസേഴ്സിനൊക്കെ ഇവിടെ നിന്ന് പോയ അതേ ബ്രിട്ടീഷേഴ്സിൻ്റെ അതേ പൊസിഷനിലേക്കാണ് ഇന്ത്യൻസ് ചെല്ലുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ, അവർക്ക് എന്തൊരു ഗേറ്റും പവറും ഒക്കെ ആയിരിക്കും അല്ലേ. എല്ലാം ഇങ്ങനെ ഇന്നത്തെ നമ്മളിപ്പോൾ വന്ന് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അനാവശ്യമല്ലേന്ന് ഓർക്കും. പക്ഷെ അന്ന് അത് ആവശ്യമായിരുന്നേ. കാരണം ടു ഹാവ് എ പവർ അത് കാണിച്ചേ ഒക്കത്തുള്ളായിരുന്നു. അപ്പോൾ ചെരുപ്പ് വരെ, അതായത് ഷൂസ് വരെ ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓർഡർലി ഉണ്ടായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മമ്മൂട്ടിയുടെ മൂവിയിൽ ദിലീപിന് അങ്ങനെ ഒരു ജോലി ഉണ്ട് ഒരു മൂവിയിൽ. അത് ആ മൂവി ഏതാണെന്ന് ഇവിടെ നിങ്ങൾ പറയും. ഈ മൂവിയുടെ പേര് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. മമ്മൂട്ടിയാണ് അതിനകത്ത് നായകൻ. ഹീസ് എൻ ആർമി ഓഫീസർ. നല്ല ഒന്നാന്തരം കുറേ പാട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത്. ഒരു നോർത്ത് ഇന്ത്യൻ നായികയുമാണ്. ഇത്രയും ഞാൻ പറയത്തുള്ളൂ. ഇതൊന്ന് പോയി നോക്കൂ. വെരി നൈസ് മൂവിയാണത്. അപ്പോൾ അതിൽ ഓർഡർലി എന്ന് പറയുന്ന ആ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ പറയണേ. അപ്പം അങ്ങനെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ അതായതുകൊണ്ട് ഇദ്ദേഹം നോക്കുന്നതെല്ലാം ഹി വാസ് ഇൻവൈറ്റിംഗ് പ്രപ്പോസൽസ് ഫ്രം ആംഡ് ഫോഴ്സസ് പേഴ്സണൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിത്തിങ് ലൈക്ക് ആംഡ് ഫോഴ്സസ് പേഴ്സണൽ എന്ന് പറയുമ്പം ആർമി ആകാം, നേവി ആകാം, എയർഫോഴ്സ് ആകാം. അങ്ങനെ ഒരു എയർഫോഴ്സ് പൈലറ്റ് വരെയാണ്. ആ രണ്ടാമത്തെ ചേച്ചിനെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമായത്. അദ്ദേഹം പറഞ്ഞു ഇത് പ്രായം കൊണ്ട് കുറച്ച് എനിക്ക് കമ്പാറ്റബിൾ രണ്ടാമത്തെ ആളായിരിക്കും, മൂത്ത ആൾ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പ്രായം വെച്ചിട്ടാണെന്ന് പറയാം. അങ്ങനെ ഹീ ഈസ് ഗോയിങ് ടു മാരി ദ സെക്കൻഡ് വൺ ആയി കഴിഞ്ഞപ്പോൾ ഈ ആർമി ഓഫീസർ അയ്യോ എന്ത് ചെയ്യും, പാനിക്കായി. മൂത്ത കുട്ടീനെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടേ ഇത് കഴിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. സോ അവർ പിന്നെയും തിരക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ലെറ്റർ വരികയാണ്. ആ ലെറ്ററിൻ്റെ സംക്ഷിപ്തം ഇതാണ്. അത് ചേച്ചിക്ക് എങ്ങനെ അറിയാമെന്നൊന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല കഥയിൽ. ഇത് നടന്ന കഥയാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഐ കനോട്ട് റിവീൽ ദ ഐഡൻറ്റിറ്റീസ്. സോ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ഡിയർ കേണൽ സാഹിബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതിയിരിക്കുകയാണ് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ സിറ്റിംഗ് ഇൻസൈഡ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമ്പർ സോ ആൻഡ് സോ ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിരിക്കുക കേട്ടോ. എന്നിട്ട് അവരുടെ ഒരു നറേറ്റീവും ഐ എം റൈറ്റിംഗ് ദിസ് ഐ സോ ദ പ്രപ്പോസൽ ഫ്രം ദി ഇന്ത്യൻ എക്സ്പ്രസ് വിച്ച് ഇസ് ബീൻ ഹാൻഡഡ് ഓവർ ടു മീ ബൈ ദ എയർ ഹോസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതുകയാണ്. കുറച്ച് തള്ളു കേട്ടോ. അത് വായിക്കുമ്പോൾ തന്നെ കേണൽ ഇങ്ങനെ ഇംപ്രസ്ഡ് ആയി. ഓ ദിസ് മാൻ ഇസ് റിയലി ഇൻ ടു ദറ്റ് സ്റ്റൈലിഷ് സൊസൈറ്റിയിൽ പെടുന്ന ആളാണ്. 60s 70s 80s ഉള്ള ആൾക്കാരുടെ മനോഭാവം നിങ്ങൾക്ക് കുറച്ച് ഊഹിക്കാമല്ലോ അല്ലേ, 60s ആർമി ഓഫീസേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ ഇവരുടെ വിവാഹം നടക്കുന്നത് 80s. ഈ പറയുന്ന സംഭവം, ഈ ലെറ്റർ ഈസ് കമ്മിങ് ടു ഹിസ് ഹാൻഡ് ഡ്യൂറിങ് 80s 82 അങ്ങനെ വല്ല 82 ഒന്നും ആയിട്ടുണ്ടാവില്ല, ഒരു 79 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററിൻ്റെ പാറ്റേൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ഐ ആം വർക്കിംഗ് ആസ് ഡയറക്ടർ സോ ആൻഡ് സോ എന്നിട്ടൊരു ഭയങ്കര വലിയ നമ്മളൊക്കെ ഭയങ്കര നമുക്കൊക്കെ ആഗ്രഹം തോന്നുന്ന ഒരു ഓർഗനൈസേഷൻ്റെ പേര് കേട്ടോ, സ്പേസ് ഓർഗനൈസേഷനാണ്. ഇനിയിപ്പോൾ മനസ്സിലാക്കിക്കോളൂ അതിൽ. അപ്പോൾ അത്രയും വലിയൊരു ഉദ്യോഗസ്ഥന് എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ദിസ് ഫോർ മൈ വൈഫ്സ് ബ്രദർ ടു സീക്ക് എൻ അലയൻസ് ഫ്രം യുവർ ഡോട്ടർ സീക്ക് എൻ അലയൻസ് ഫോർ മൈ ബ്രദർ ഇൻ ലോ അങ്ങനെ എന്താണ്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ തെറ്റിയൊക്കെ പോകുന്നുണ്ട്. സോ ഇതാണ് ഒരു രൂപം. ലെറ്ററിൻ്റെ രൂപം ഇങ്ങനെയാണ്. He is seeking an alliance for his brother-in-law. അതാണ് എൻ്റെ ഇത്. And he is writing about the family. So my wife is the second one, and elder brother is a doctor, and he is married to a doctor.
I am married to the second sister of this groom, and she is a doctor. Third one is working for some പറഞ്ഞിട്ട് ഒരു വലിയ കമ്പനിയുടെ പേരും അതിൻ്റെ ഹസ്ബൻഡ് ഒരു എഞ്ചിനീയർ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. So we have 2 children. The others are all settled, and now we are seeking alliance for Mr. ഇത് പേര് പറഞ്ഞിട്ട് ഇത് he is a graduate from some university, and he is working as a manager in so and so company എന്ന് പറഞ്ഞു. ഇത്രയാണ് രൂപം. അത് വായിക്കുമ്പോൾ എന്നിട്ട് പറഞ്ഞു ദിസ് ബോയ് ഹാസ് ഇൻഹെറിറ്റഡ് ഇത്രയും വലിയ ഒരു വീടും some 5,000 square feet bungalow and 2 acres of land is in his name, and all the others have been settled and partition and everything is over. ഇയാൾ ഇംപ്രസ്ഡ് ആയി. ഇങ്ങനെ ഇംപ്രസ്ഡ് ആയി ഈ ആർമി ഓഫീസർ. കട കല്യാണം കഴിഞ്ഞു, എല്ലാം റെഡിയായി, 100 പവൻ്റെ പൊന്നൊക്കെ ഇട്ട് സ്റ്റൈലിഷായിട്ട് കല്യാണമൊക്കെ നടത്തി. ഭയങ്കരമായിരുന്നു ആ കല്യാണം ഒക്കെ. ആ സമയങ്ങളിലൊക്കെ ഭയങ്കര എല്ലാവരും സംസാരിക്കുന്ന ഒരു കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റു രണ്ടാമത്തെ സിസ്റ്ററിൻ്റെയും കല്യാണം ഉടനെ അതേ രീതിയിൽ തന്നെ നടന്നു. എവറിത്തിങ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പിന്നെ ആർക്കൊന്നും അറിയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബുലീമിയ എന്ന് പറഞ്ഞൊരു അസുഖം പിടിച്ചിട്ട് ഈ മൂത്ത മകള് തിരിച്ച് ആർമി ഓഫീസറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴാണ് അവരുടെ കണ്ണ് തുറക്കുന്നത്. ഈ കുട്ടിക്ക് ശരിയായിട്ടുള്ള പോഷകാഹാരം ഇല്ല, ശരിയായിട്ടുള്ള എന്താ പറയുക ഇതില്ല, എന്താ ഒന്നുമില്ല അതിൻ്റെ ദേഹത്ത്. വെറുതെ ഇങ്ങനെ ഒരുമാതിരി സോംബി പോലെ. വയറ് മാത്രമുണ്ട്. കുറച്ച് 3 months പ്രഗ്നൻ്റ് ആയിരുന്നു. സോറി. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായത് എന്തോ സംതിങ് ഈസ് ഗോയിങ് റോങ് എന്ന്. അപ്പോഴാണ് അവർ പതുക്കെ മകളോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇവരൊന്നും അത്ര ടോക്കറ്റീവ് ഒന്നുമല്ല. ഇവരുടെ അടുത്തൊക്കെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തിയിട്ട് അവരധികം ടോക്കറ്റീവ് അല്ല. ദേ വോണ്ട് കംപ്ലെയിൻ അബൌട്ട് എനിത്തിങ്. ബട്ട് അവർ മനസ്സിൻ്റെ ഉള്ളിലിട്ടിട്ട് ഈ കുട്ടി ഒരു മാനസിക രോഗിയായിപ്പോയി. അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ഈ കുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയപ്പോൾ അവിടെ എല്ലാവരും വെൽ സെറ്റിൽഡ് ഒക്കെയാണ്. ഇവർക്ക് സ്വന്തം വീടുണ്ടെന്ന് പറഞ്ഞില്ല. അവിടെ ബംഗ്ലാവ് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരവിടെ താമസിക്കാൻ പോകണ്ടോ? അവർ താമസിച്ചത് ബോംബെയിൽ 1 BHK ഫ്ലാറ്റിൽ ഏതോ ഒരു കുടുങ്ങിയ സ്ഥലത്ത് നടന്നു പോകണം. ഇയാൾക്കൊരു സ്കൂട്ടർ ഓടിക്കാൻ പോലും അറിയില്ല. എങ്ങനെയുണ്ട്? അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ, ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയായിരിക്കും. അന്ന് ഇവർ ചെയ്തിരുന്നത് എന്തായിരുന്നു? ഈ ആർമി ഓഫീസർ, ഡു യു ഹാവ് എ ഡ്രൈവിംഗ് ലൈസൻസ്? അറ്റ്ലീസ്റ്റ് ഡു യു ഹാവ് എ 2-wheeler ലൈസൻസ്? ചോദിക്കേണ്ടതല്ലേ? അല്ലേ? അത് ചോദിച്ചില്ല. ആൻഡ് ഹൗ മച്ച് സാലറി ഡു യു ഹാവ്? അത് ചോദിച്ചില്ല. അത് ചോദിക്കണ്ടേ? അത് ചോദിക്കുന്നത് ഇവർക്കൊരു മാറ്റർ ഓഫ് പ്രൈഡായിരുന്നു. അത് അയ്യോ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് ആ ആർമി ഓഫീസർ പിന്നീട് പറയുന്നത്. എന്തുകൊണ്ട് ചോദിക്കാൻ പാടില്ല? നോക്കൂ, നിങ്ങളൊരു ആർമി ഓഫീസറെ കല്യാണം കഴിക്കുമ്പോൾ യു നോ ദിസ് ഇസ് യുവർ പാക്കേജ്. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുള്ള മാനേജർ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തെ കല്യാണം കഴിച്ചപ്പോൾ എത്ര കിട്ടുമെന്നറിയണ്ടേ? ഈ കുട്ടീനെ അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കാൻ പറ്റുമോ എന്നറിയണ്ടേ? ഇതെന്താണെന്നറിയോ? ഇത് കണ്ണൂരും ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രം പീപ്പിൾ വർ തിങ്കിങ് ആർമി ഓഫീസറിൻ്റെ മകളാണ്, ദർ വിൽ ബി എ ബൂട്ടി, അങ്ങനെ കൊണ്ടുവരും, കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന പോലെ കിട്ടും എന്ന് വിചാരിച്ചു. ബാങ്ക് കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന ബൂട്ടീസില്ലേ, അതുപോലെ സ്ത്രീധനം എന്ന് പറയുന്ന സാധനം അവരുടെ മനസ്സിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കാണുന്നുണ്ട് സൊസൈറ്റിയിൽ. ഇറ്റ്സ് ടോട്ടലി റോങ്. പക്ഷെ അവരങ്ങനെ ധരിച്ചു പോയി. ആ സമയങ്ങളിലൊന്നും ഇതിൻ്റെ അവയർനെസ് ഒന്നും ഇല്ലല്ലോ. അന്നൊന്നും ഡൗറി പ്രോഹിബിഷൻ ആക്ട് ഒന്നും എത്ര അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഇത് കിട്ടുമെന്നുള്ള ഇതായിരുന്നു. പക്ഷെ ഇവരാണെങ്കിൽ ഇവരുടെ എറണാകുളത്ത് ഒരാളുടെ വീട് കണ്ണൂർ. അപ്പോൾ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഈ പറഞ്ഞ് ഇങ്ങനെ കാശ് കൊടുത്ത് കല്യാണം കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ആ സമയത്ത്. ലിസൺ, ഐ എം ടോക്കിംഗ് അബൌട്ട് 1970s കേട്ടോ, ലേറ്റ് 70s. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കൊടുക്കലും വാങ്ങലും പറയലൊന്നും ഇല്ല. അതൊക്കെ ചീപ്പാണ് അവരുടെ ആ ഒരു റേഞ്ചിൽ. ഇവർ പേടിച്ചു പോയി. ഈ കുറച്ച് നാളും കൂടെ കഴിഞ്ഞെങ്കിൽ ഈ 3 months പ്രഗ്നൻസിയും പോയനെ എല്ലാം ഈ കുട്ടിക്ക് നിൽക്കാൻ വഴിയില്ലാണ്ട് നിൽക്കാൻ പറ്റാതെ ഇവരുടെ ബോംബെയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇവരുടെ വീട്ടിലേക്ക്, കേണലിൻ്റെ വീട്ടിലേക്ക്. അവർ ആ സമയത്ത് എന്തോ ഒരു അസൈൻമെൻറ്റിന് വേണ്ടി ഹി വാസ് സ്റ്റേയിങ് ഇൻ ബോംബെ. അവരുടെ സ്പ്രോളിങ് ബംഗ്ലാവിലാണ് അവർ അന്ന് അവിടെ താമസിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് ഇവരുടെ ഹെൽത്തൊക്കെ ശരിയാക്കി പിന്നെയും തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു. കുട്ടിയായി കഴിഞ്ഞപ്പോൾ ഈ ഫാമിലി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ. പിന്നെ ഐ തിങ്ക് ഫിനാൻഷ്യലി പിന്നെ ഇവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ. 2 പിള്ളേരെയൊക്കെ കെട്ടിച്ച് വിട്ട് പിന്നെ അന്നൊന്നും ഡിവോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലേ ആലോചിക്കില്ല ആൾക്കാർ.
അങ്ങനെ അവർ ജീവിച്ചു പോയി, തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ വലിയ സ്പ്രോളിങ് ബംഗ്ലാവില്ലേ, ചൂള് വിലയ്ക്ക് വിറ്റു, ദ വൺ വിച്ച് ഹി ഹാഡ് ഇൻഹെറിറ്റഡ്. എന്നിട്ട് അവർ താമസിച്ചത് ബോംബെയിലാന്ന് തോന്നുന്നു. ചെറിയ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടു, ദാറ്റ്സ് ഓൾ. അത്രേ വാങ്ങിക്കാനുള്ള കാശ് കിട്ടിയുള്ളൂ അവിടെ നിന്ന് വിൽക്കുമ്പോൾ. കാരണം വ്യത്യാസമുണ്ടേ, ബോംബെയാണ്. ബോംബെയിൽ ഇങ്ങനെയൊന്നും കാശ് ഇങ്ങനെ വാരി എറിയണം അവിടെ റെസിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ. 1990s അവരെങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു ഇതുണ്ടാക്കി, അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നീട് പോകെ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആയിരിക്കുകയാണ്. ആ കല്യാണം കഴിച്ചു പോയ നമ്മളുടെ കഥാപാത്രത്തിൻ്റെ. രണ്ടാമത്തെ അവർ നന്നായിട്ട് ജീവിച്ചു, ബിക്കോസ് അവർക്ക് ഇതേ ഫെസിലിറ്റി, ആംഡ് ഫോഴ്സസ് ആയതുകൊണ്ട് ഇതേ ഫെസിലിറ്റി അങ്ങനെ തന്നെ കിട്ടിയല്ലോ. അവരുടെ ഹസ്ബൻഡിനും അതുപോലെ ജീവിച്ചു, അവരുടെ മക്കൾ അങ്ങനെയായിപ്പോയി. ഇവർക്ക് ആ കുഴിയിൽ വീണിട്ട് പിന്നെ അതിൽ നിന്ന് മുകളിലോട്ട് വരാൻ പറ്റിയിട്ടില്ല. അവരങ്ങനെ തന്നെയാണ്. അവരുടെ മക്കളും കല്യാണം കഴിച്ചില്ല, അവർക്കും വലിയ ഒരു ജോലിയായിട്ട് തരപ്പെട്ടില്ല. അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു 79 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പം 80 വയസ്സൊക്കെ ആകാറുണ്ടാവും. ഇപ്പോൾ ഒരു 6 വർഷത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ഇന്നത്തെ സ്റ്റോറി. ഇതിൽ നിന്ന് നിങ്ങളുടെ ടേക്ക് അവേ എന്തായിരിക്കണം എന്ന് പറയട്ടെ. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചേച്ചിയുടെ ഈ കഥയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു പറയരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2018 വരെ ഉള്ള സ്റ്റോറിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല, മക്കളുടെ കൂടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതിലെന്താ അപ്പം ആ സ്ത്രീനെ മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെന്തുമാത്രം അനുഭവിച്ച് കാണും അല്ലേ, ഹൈ സ്റ്റാൻഡേർഡായിട്ട് ജീവിച്ചിട്ട്. എന്താ പറയുക, ഈ സ്റ്റാർ ഡസ്റ്റിലും അവിടെയൊക്കെ കാണുന്ന ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഈ പറഞ്ഞ ഹേമമാലിനിയുടെയും പിന്നെ വൈജയന്തിമാലയുടെയും പിന്നെ അങ്ങനെ അല്ലേ, എന്ത് രസമാണ് അവരെ കാണാനായിട്ട്. സൈഫ് അലി ഖാൻ്റെ അമ്മയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ചേച്ചി ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവരുടെ അച്ഛൻ ഗോട്ട് ക്യാരിഡ് അവേ ബൈ ദറ്റ് പൊങ്ങച്ചം ലെറ്റർ. അതാണ് ഉണ്ടായത്. അപ്പോൾ അതൊന്നും അല്ല കാര്യം. ആ പയ്യൻ എന്താണ് ഏൺ ചെയ്യണത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ജോബ്, അത് തന്നെയായിരിക്കണം ഒരു വിവാഹം നമ്മൾ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അറേഞ്ച്ഡ് മാരേജസ് വിരളമാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ലുക്ക്, അതായത് ഒരു സ്പൗസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂമിനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് വന്നിട്ട് പയ്യൻ എന്താണ് പഠിച്ചിരിക്കുന്നത്. 2, പയ്യൻ്റെ വീട്ടിലുള്ളവർ ഈ പയ്യനിൽ ഡിപ്പെൻഡൻ്റ് ആണോ. പിന്നെ അധികവും ഒരു 2 വീലർ ലൈസൻസ് ഉണ്ടോ, ഇപ്പോൾ 4 വീലർ ചോദിക്കണം, 4 വീലർ ലൈസൻസ് ഉണ്ടോ. പിന്നെ ഒരു ബ്ലഡ് ചെക്കപ്പ് ഇത് നടത്തണം. ഇന്നത്തെ കാലത്തായതുകൊണ്ടാണ് ബ്ലഡ് ചെക്കപ്പ് നടത്തണം എന്ന് പറയുന്നത്. കാരണം ഒരുമാതിരിപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ബ്ലഡ് ചെക്കപ്പ് ചെയ്താൽ അറിയാം. 2 കൂട്ടരും ചെയ്യണം, പെൺകുട്ടികളും ആൺകുട്ടികളും ചെയ്യണം. ഇത് മസ്റ്റാണ്. കാരണം ഞാൻ പറയാം, ഇതിൻ്റെ ഈ സ്റ്റോറിയല്ല, ഇതിൻ്റെ നെക്സ്റ്റ് ഇതായിട്ടൊരു കാരണം ഞാൻ പറയാം. ബ്ലഡ് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു പയ്യൻ അറിയാതെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയി. ഈ സീക്കിംഗ് ടു ഫൈൻഡ് പ്ലഷർ ഇൻ റെഡ് സ്ട്രീറ്റ് ഏരിയയിൽ പോയി. അദ്ദേഹത്തിന് ഇത് പിടിച്ചിരുന്നു. അതറിയാതെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുകയും അതിൽ നിന്ന് കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിക്കും എയ്ഡ്സ് വന്നു, ഈ പെൺകുട്ടിക്കും എയ്ഡ്സ് വന്നു. അതും ഒരു എസ്ഐയുടെ മകളാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെന്നൈയിൽ വന്നിട്ട് ഡൈവോഴ്സിന് വന്നായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയും ചെയ്തത്. അത് ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വെൻ യു ആർ സെലക്ടിങ് എ സ്പൗസ് ഓർ എ ഗ്രൂം, ഇതെല്ലാം നമ്മൾ 1, 2, 3 എഴുതി വെച്ചോളൂ. ഇത് ചെക്ക് ലിസ്റ്റാണ്. അവരും ഇങ്ങോട്ട് ചെക്ക് ചെയ്യും. ഒന്നും മറച്ചു വെക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം കമ്പാറ്റബിലിറ്റി ഉണ്ടോയെന്ന് നോക്കണം. ചെറുക്കനും പെണ്ണും തമ്മിലാണ് മസ്റ്റായിട്ടുള്ള കമ്പാറ്റബിലിറ്റി. കാരണം എല്ലാവരും പണ്ട് പറയും നമ്മൾ ഫാമിലീസ് തമ്മിലുള്ള വിവാഹമാണ്. ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി, ഒരാൾ ഡോക്ടറും അതും ഇതൊക്കെയാണ്. എന്നിട്ടും ഇവരുടെ കഷ്ടപ്പാടിൽ ആ ഡോക്ടറും അവരൊക്കെ അവരുടെ ലൈഫിൽ കൊണ്ട് നടന്നുള്ളൂ. ഈ കഷ്ടപ്പാടുകൾ ഇവർ തന്നെയല്ലേ തീർക്കേണ്ടത്. അപ്പോൾ ചെറുക്കനും പെണ്ണും, അതായത് ചെറുക്കൻ പെണ്ണെന്ന് പറയാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട്. നോ, ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ഔട്ട്. ഗ്രൂമും ബ്രൈഡ് ഗ്രൂമും, അതാണ് അവർ രണ്ടുപേരും എങ്ങനെയുണ്ട്, പ്രോസ്പെക്റ്റീവായിട്ടുള്ള ലൈഫ് പാർട്ട്ണർ എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അതിനുള്ള ബുദ്ധിയുണ്ട് അല്ലേ. അച്ഛനമ്മമാർ കുറച്ചും ഇങ്ങോട്ട് മാറി നിന്ന് കാണുക. അതിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഇൻ്റർഫിയർ ചെയ്താൽ മതി. അവരുടെ
ആർമി ഓഫീസറിൻ്റെ മകളുടെ ലൈഫ് ഒരു ഉത്തമ ഉദാഹരണമാണ്. ആരെ ആയിരിക്കണം കല്യാണം കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തതിൻ്റെ കുഴപ്പമാണ് അതെന്ന്. കാരണം മോസ്റ്റ് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിലുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അവർക്കത് കിട്ടിയില്ല അല്ലേ? ഒരു പക്ഷേ ആ സമയത്ത് വയസ്സ് അധികരിച്ചത്, അവരിങ്ങനെ പഠിച്ചു പോകുമായിരുന്നില്ലേ, ആ സമയത്ത് വയസ്സ് അധികരിച്ചത് കുഴപ്പമായിട്ടുണ്ടാവും. ഇന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ. പ്രായമൊന്നും ഇന്നത്തെ ഒന്നൊരു ക്രൈറ്റീരിയ അല്ല. അപ്പം ഇന്നത്തെ കാലത്തിനനുസരിച്ച് ക്രൈറ്റീരിയ മാറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 2-3 കാര്യങ്ങൾ, പയ്യൻ്റെ ഫിനാൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ കുഴപ്പങ്ങളാണ്. പിന്നെ ഒരുപാട് ഫിനാൻസ് ഉണ്ട്, ആ വീട്ടിൽ ബാക്കപ്പ് ഉണ്ടെന്നും പറഞ്ഞ് പോയിട്ട് സംഭവിച്ച കഥ ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ രണ്ടാമത്തെ പാഠമാണ് പയ്യൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്. അതായത് നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഇത് മുന്നോട്ട് അദ്ദേഹത്തിന് നല്ല നല്ല ജോലികളും പ്രോസ്പെക്റ്റൊക്കെ എടുക്കാൻ പറ്റുമോ. പിന്നെ ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലർക്ക് ചില പേടി കാണുമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കണം. എന്തുകൊണ്ടാണ്, വൈ യു ഡിൻ ടേക്ക് അപ്പ് ദാറ്റ്. അതൊക്കെ ഒരു കുറവുകളാണ് ഇന്നത്തെ കാലത്ത് അല്ലേ. സ്വന്തമായിട്ടും ഒരു വാഹനം ഓടിക്കാൻ പറ്റാത്തത്. അത് ഇല്ല, എനിക്ക് അതനുസരിച്ചുള്ള ജോലിയുണ്ട്, ഞാൻ IAS ആണ്, എനിക്കതിന് ഡ്രൈവർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് വേറെ കാര്യം കേട്ടോ. പക്ഷേ എല്ലാത്തിലും ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബന്ധത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റോറി. അങ്ങനെ കുറേ സ്റ്റോറീസിന് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മീ ഓൾസോ. എനിക്കും ഒരു പ്രോത്സാഹനമാകട്ടെ അല്ലേ. അപ്പോൾ ഇനി ഒരു സ്റ്റോറിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.